പവൻ ഗോൾ തിരൂർ. മാലിന്യവുമായി എത്തിയ ടാങ്കർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു. തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം. തിരുപ്പറ്റത്തപ്പടി പുന്നക്കൽപ്പടി കരുവാട്ടുകാവ് ക്ഷേത്രം റോഡിലാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. മാലിന്യം ഓൾഡ് പൊന്നാനി തോട്ടിലേക്ക് തള്ളാനുള്ള ശ്രമത്തിനിടെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടത് നാട്ടുകാർ പറഞ്ഞു. പുലർച്ചയോടെ തന്നെ വാഹനം കയറ്റാൻ ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാർ എത്തിയതോടെ ശ്രമം ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പൊറ്റത്തപ്പടി അന്നാര റോഡിലാണ് മിനി ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടത്. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. പെരിന്തൽമണ്ണ പള്ളിക്കുളമ്പ് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള മിനി ടാങ്കർ ലോറിയാണ് പൊറ്റത്തപ്പടി അന്നാര റോഡിലെത്തിയത്. റോഡിനോട് ചേർന്നുള്ള ഓൾഡ് പൊന്നാനി തോട്ടിലേക്ക് ടാങ്കറിലെ മാലിന്യം ഒഴുക്കിവിടുന്നതിനിടെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. അല്ലെങ്കിൽ എന്താ തീരുമാനം? ടയറുകൾ താഴുകയാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു. ആളാണ്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ രാവിലെ എണീച്ച് നോക്കുമ്പോഴാണ് സംഭവം കാണുന്നത്. സ്ഥിരമായിട്ട് ഇവിടെ കൊടുക്കുന്ന തട്ടലുണ്ടെന്നാണ് കാണുന്നവരൊക്കെ പറയുന്നത്. അത്ര സ്മെല്ല് ഉണ്ടായാലുണ്ട്, പിന്നെ അവശിഷ്ടങ്ങൾ ഉണ്ടായാലുണ്ട്, അങ്ങനെയൊക്കെ കാണലുണ്ട്. അതും അറിയില്ല. അപ്പോൾ ഇവർ പറയുന്നത് കോട്ടക്കന്നുള്ള വണ്ടിയാണെന്നാണ് പറയുന്നത്. അത് അറിഞ്ഞൂടാ. ഒരു 3 മണീൻ്റെ 4 മണീൻ്റെ ഒക്കെ ഇടയിലായിരിക്കാനാണ് സാധ്യത. എല്ലാവരും നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയമല്ല, ആ സമയത്താണ് ഒരു പരിപാടി നടത്തിയിട്ട് പോകുന്നത്. കാണുന്നുണ്ട്, ഇടക്കൊക്കെ കാണലുണ്ട്. ഹോട്ടൽ മാലിന്യം ഉണ്ടാവലുണ്ട്, ഇതുപോലെ കക്കൂസ് വേസ്റ്റ് ഉണ്ടാവലുണ്ട്, ഒക്കെ ഉണ്ടാവലുണ്ട്. സമീപത്തെ പള്ളിയിലേക്ക് നമസ്കരിക്കാനായി പോകുന്ന പ്രദേശവാസികളാണ് സംഭവം ആദ്യം കാണുന്നത്. JCB ഉപയോഗിച്ച് വാഹനം കയറ്റാനുള്ള ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാരെ കണ്ടതോടെ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. നേരത്തെയും തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിവിട്ടിരുന്നതായും പലതവണ പരാതിപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ഒരുപാട് തവണ അധികാരികൾ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. അതിനൊന്നും ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇപ്പൊ പറഞ്ഞത് അവര് ഹോട്ടലിലേക്ക് പുതുക്കി കൊടുത്തിട്ടില്ല എന്നല്ല. ആ ഹോട്ടൽ പുതുക്കി കൊടുക്കാത്ത ഹോട്ടൽ എങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് അധികാരികൾ പറയണം. ഇത് ഞങ്ങൾ സഹിക്കാൻ ഇന്നൊന്നുമില്ല. ഇവിടെ പ്രായമുള്ള കണ്ടമാന ആളുകൾ അങ്ങോട്ട് ഒരു മഴ ചെയ്താൽ ഇവിടെ വീട്ടിലൊക്കെ വെള്ളം കയറി പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥ, വീട് വിട്ടു പോകേണ്ട അവസ്ഥ വരുന്നത് ഈ വെള്ളം കൊണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയുടെ നേതൃത്വത്തിൽ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ആരോഗ്യ വകുപ്പ് അധികൃതർ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു. മാലിന്യം തള്ളാനെത്തിയ വാഹന ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വളരെ രാത്രി 3 മണി 2 മണി സമയങ്ങളിലാണ് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നമ്മൾ വിളിച്ചറിയിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത്ര തെളിവുകളും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സംഭവം മാലിന്യം തള്ളുന്നതിന് ഇടയിൽ വാഹനം ചെടിയിൽ പൂണ്ടുപോവുകയും റോഡിനോട് ചേർന്ന് നിന്നിട്ട് റോഡിലേക്ക് വാഹനം താഴുന്ന സ്ഥിതി ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനടിസ്ഥാനത്തിൽ തൊട്ടടുത്തുള്ള വീട്ടുകാരെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പുലർച്ചയോടെ വന്നു നോക്കിയപ്പോഴാണ് ഈ സ്ഥിതി കണ്ടത്. ആ സ്ഥിതി നമ്മൾ CCTV പരിശോധിച്ചപ്പോൾ മാലിന്യം തള്ളുക എന്നുള്ള കാര്യം നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ കഴിഞ്ഞു. വാൾവ് തുറന്നു വിട്ട് ഈ മാലിന്യം തോട്ടിലേക്ക് ഓൾഡ് പൊന്നാനി തോട്ടിലേക്ക് തള്ളിവിടുന്ന സ്ഥിതിയാണ് നിലവിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് നടപടി എടുക്കാനുള്ള തീരുമാനത്തിൽ ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ചെയർപേഴ്സണോട് സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ക്ലീൻ സിറ്റി മാനേജർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള മാലിന്യം പുറന്തള്ളുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി എടുക്കാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.